ഭൂമിശാസ്ത്രപരമായ നിധിശേഖരത്തിനു മുകളിലിരുന്ന് ഒരു ജനത ദാരിദ്ര്യത്തിൽ ഉഴലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ആഫ്രിക്കയുടെ യാഥാർത്ഥ്യം. സ്വർണം, വജ്രം, എണ്ണ, ശുദ്ധജലം, മനുഷ്യവിഭവശേഷി, അങ്ങനെ വേണ്ടതെല്ലാം അവിടെയുണ്ട്. എന്നിട്ടും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് കരകയറാനാവാതെ വലയുന്ന ജനതയാണ് ആഫ്രിക്കയിലുള്ളത്. ലോകത്ത് ഒരു ദിവസം $1 താഴെ വരുമാനത്തിൽ ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും ആഫ്രിക്കയിലാണ്. സമ്പന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വരുമാനം 40-50 ഇരട്ടി കുറവാണ്. ഈ കടുത്ത വൈരുദ്ധ്യത്തിന് പിന്നിൽ എന്താണ്? ഏഷ്യയിലെ പല രാജ്യങ്ങളും സാമ്പത്തികമായി വലിയ മുന്നേറ്റം നടത്തുമ്പോൾ ആഫ്രിക്ക ഇപ്പോഴും പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് പലയിടത്തും. ആഫ്രിക്കയിൽ 54 രാജ്യങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സാമ്പത്തിക രീതികളും ഭരണവും വെല്ലുവിളികളുമുണ്ട്. എങ്കിലും ദാരിദ്ര്യം എന്നത് ഈ ഭൂഖണ്ഡം മുഴുവൻ കാണുന്ന ഒരു പൊതുപ്രശ്നമാണ്. യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഒരു ഇടത്തരം രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരമേ ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിനു പോലുമുള്ളൂ. അതുകൊണ്ടാണ് ആഫ്രിക്ക എന്തുകൊണ്ടാണ് ഇത്ര ദരിദ്രമായി തുടരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് നിർബന്ധമായി മാറുന്നത്. ആഫ്രിക്കയുടെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തിയതിൽ ഭൂമിശാസ്ത്രത്തിന് വലിയൊരു പങ്കുണ്ട്. ആഫ്രിക്കയെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വിഭജിച്ചുകൊണ്ട് സഹാറ മരുഭൂമി ഒരു വലിയ ഭിത്തി പോലെ പ്രവർത്തിച്ചു. ഇത് സഹാറയുടെ തെക്കുഭാഗത്തുള്ള പ്രദേശങ്ങളെ യൂറോപ്പ്, മധ്യേഷ്യ, ഏഷ്യ എന്നിവിടങ്ങളിൽ നടന്ന ആദ്യകാല വ്യാപാരങ്ങളും സാങ്കേതിക വികാസങ്ങളും അറിയുന്നതിൽ നിന്ന് തടഞ്ഞു. ഈ ഭൗതികമായ ഒറ്റപ്പെടൽ കാരണം തെക്കൻ ആഫ്രിക്കയ്ക്ക് വടക്കൻ രാജ്യങ്ങളെക്കാൾ പിന്നോട്ട് പോകേണ്ടി വന്നു. പിന്നീട് സാങ്കേതികമായി മുന്നിട്ടുനിന്ന ശക്തികൾക്ക് ഇവരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാനും സാധിച്ചു. ആഫ്രിക്കയുടെ വളർച്ച തടഞ്ഞതിൽ അവിടുത്തെ മണ്ണിനും ഒരു പങ്കുണ്ട്. പലയിടത്തും പുറമേ നോക്കുമ്പോൾ ഫലഭൂയിഷ്ടമെന്ന് തോന്നിക്കുന്ന മണ്ണുപോലും ഗുണമേന്മ കുറഞ്ഞതാണ്. ഇത് മഴവെള്ളത്തിലൂടെയും മറ്റും മണ്ണ് എളുപ്പത്തിൽ ഒലിച്ചുപോകാൻ കാരണമാകുന്നു. ഇതിനു പുറമെ ഏറ്റവും ഫലഭൂയിഷ്ടമായ പല പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ രോഗങ്ങളും അപകടകാരികളായ പ്രാണികളും വന്യജീവികളും ധാരാളമാണ്. ഈ സാഹചര്യങ്ങൾ കാരണം അവിടെ കൃഷി വികസിപ്പിക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറി. ഇത് ചരിത്രപരമായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയുള്ള കാർഷിക വികസനത്തെ തടഞ്ഞു. തുറമുഖങ്ങളുടെ അഭാവവും ആഫ്രിക്കയുടെ വികസനത്തെ പിന്നോട്ടടിച്ചു. ആഫ്രിക്കൻ തീരങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറ് ഭാഗം, വലിയ കപ്പൽത്താവളങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത വിധം പാറക്കെട്ടുകളാണ്. ഇത് ആഗോള വ്യാപാരത്തിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് തടസ്സമായി. മറ്റ് വൻകരകളിലെ പോലെ എളുപ്പത്തിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ നദികളും ആഫ്രിക്കയിൽ കുറവാണ്. ഈ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ കാരണം ആദ്യകാല ആഫ്രിക്കൻ സമൂഹങ്ങൾക്ക് വലിയ കൂട്ടങ്ങളായി ഒന്നിച്ച് താമസിക്കാനോ സാങ്കേതികവിദ്യകളും ആശയങ്ങളും പരസ്പരം കൈമാറാനോ കഴിഞ്ഞിരുന്നില്ല. അവർ പലപ്പോഴും ചെറിയ സംഘങ്ങളായി നൂറുകണക്കിന് വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച് സ്വന്തമായി ജീവിക്കാൻ നിർബന്ധിതരായി. ഉദാഹരണത്തിന്, ചക്രം പോലുള്ള വളരെ ലളിതമായ കണ്ടുപിടുത്തങ്ങൾ പോലും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായി സ്വീകരിക്കപ്പെട്ടില്ല. കാരണം പരസ്പരം വ്യാപാരം നടത്തിയും സഹകരിച്ചും ജീവിക്കുന്നതിനേക്കാൾ എളുപ്പം ഓരോ സമൂഹവും സ്വന്തമായി എല്ലാം കണ്ടെത്തി സ്വയം പര്യാപ്തരായി ജീവിക്കുന്നതായിരുന്നു അവിടുത്തെ അന്നത്തെ സാഹചര്യം. ആഫ്രിക്കയുടെ ദാരിദ്ര്യത്തിന് മറ്റൊരു പ്രധാന കാരണം കോളനി വാഴ്ച ആയിരുന്നു. യൂറോപ്യൻ ശക്തികൾ ഇവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും യാതൊരു വ്യവസായമോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ നൽകാതിരിക്കുകയും ചെയ്തു. അവർ നിർമ്മിച്ച കൃത്രിമ അതിരുകൾ ആഭ്യന്തര സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും കാരണമായി. വിഭവങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ മാത്രമാണ് കോളനിക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചത്. പരമ്പരാഗത ഭരണ സംവിധാനങ്ങൾ തകർത്ത് ദുർബലവും അഴിമതി നിറഞ്ഞതുമായ ഭരണകൂടങ്ങളെ അവശേഷിപ്പിച്ചു. ഈ ദൂഷ്യഫലങ്ങൾ ഇന്നും ആഫ്രിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ പ്രകടമാണ്. ആഫ്രിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ഈ കാലഘട്ടത്തിലും തടയുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് ദുർബലമായ ഭരണവും വ്യാപകമായ അഴിമതിയുമെല്ലാമാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ ഡാരോൺ അസെമോഗ്ലുവും ജെയിംസ് എ റോബിൻസണും അവരുടെ പഠനങ്ങളിലും വൈ നേഷൻസ് ഫെയിൽ എന്ന പ്രശസ്ത പുസ്തകത്തിലും ഈ വാദം വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെക്കാൾ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനം മികച്ച ഭരണ സംവിധാനങ്ങളാണെന്നാണ് അവർ വാദിക്കുന്നത്. അവരുടെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് സാങ്കേതികവിദ്യകൾ ലഭ്യമായിട്ടും പലപ്പോഴും അവ സ്വീകരിക്കപ്പെടാതിരുന്നത് ഭരണാധികാരികളുടെ ചൂഷണപരമായ നിലപാടുകൾ കാരണമാണെന്നാണ്. ഉദാഹരണത്തിന്, കോങ്കോ പോലുള്ള പ്രദേശങ്ങളിൽ രാജാക്കന്മാർ തോന്നിയ പോലെ നികുതി ചുമത്തുകയും ജനങ്ങളുടെ സ്വത്തുക്കൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും വ്യാപാരം ചെയ്യുന്നതിനും വലിയ തടസ്സമായി. ആളുകൾക്ക് സമ്പദ്വ്യവസ്ഥയെ ആശ്രയിക്കുന്നത് അപകടകരമായി തോന്നി. അഴിമതിയും തുടർച്ചയായ രാഷ്ട്രീയ അട്ടിമറികളും കാരണം ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു വസ്തുത. 2023 ജൂലൈയിൽ നൈജറിൽ നടന്ന സൈനിക അട്ടിമറി അവിടെ ചൈനീസ് ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിലുള്ള എണ്ണ പൈപ്പ് ലൈൻ പദ്ധതിയെ തടസ്സപ്പെടുത്തി. ഇത്തരം സാഹചര്യങ്ങൾ വിദേശ നിക്ഷേപകരെ ആഫ്രിക്കയിൽ നിന്ന് അകറ്റി നിർത്തുന്നു.
വർഷങ്ങളായി ആഫ്രിക്കയുടെ മുഖമുദ്ര ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയുമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം വലിയൊരു മാറ്റത്തിന്റെ സൂചനകൾ ആഫ്രിക്ക നൽകുന്നുണ്ടോ? വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ഈ ഭൂഖണ്ഡത്തിൽ പുതിയൊരു പ്രഭാതം ഉദിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടുതുടങ്ങിയിരിക്കുന്നു. ഇതിനൊരു ഉദാഹരണമാണ് ബോട്സ്വാന. കരകളാൽ ചുറ്റപ്പെട്ടതും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളുള്ളതും വജ്രം എന്ന സമ്പത്തിന്റെ ശാപം ഉണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യാനന്തരം കഴിഞ്ഞ 60 വർഷത്തിനിടെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യങ്ങളിലൊന്നാണിത്. മികച്ച ഭരണവും ജനാധിപത്യവും നീതിനിർവഹണവും ജനങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലുമുള്ള നിക്ഷേപവുമാണ് ഈ വിജയത്തിനു പിന്നിൽ. വജ്രത്തിൽ നിന്നുള്ള തങ്ങളുടെ മുഖ്യവരുമാനം അവർ അതീവ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്തു. ദാരിദ്ര്യത്തിൽ നിന്ന് വളർച്ചയിലേക്ക് മാറുന്ന ആഫ്രിക്കയെ ലോകം പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.